This is limited edition. ലിമിറ്റഡ് എഡിഷൻ്റെ ഇന്നത്തെ അതിഥി മുഖവര വേണ്ട, പരിചയപ്പെടുത്തുക എന്നൊക്കെ പറയുന്നത് തന്നെ ഒരു അധികപ്പറ്റായിരിക്കും. കാരണം അത്രമാത്രം കേരളത്തിന് പുറത്തും പോപ്പുലറായിട്ടുള്ളൊരു നേതാവാണ്, ഒരു പാർലമെൻറ്റേറിയനാണ് ശ്രീ NK പ്രേമചന്ദ്രൻ. അദ്ദേഹത്തിന് തന്നെ അറിയത്തില്ല എത്ര പ്രാവശ്യം ബെസ്റ്റ് പാർലമെൻറ്റേറിയൻ എന്നുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ടെന്നുള്ളത്. കൊല്ലത്ത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം തുടങ്ങുന്നത് നാവായിക്കുളം പഞ്ചായത്ത് മെമ്പറായിട്ടാണ്. പിന്നെ അത് കഴിഞ്ഞ് അദ്ദേഹം ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് അദ്ദേഹത്തെ അന്നത്തെ കേരളത്തിലെ അതികായനായിട്ടുള്ളൊരു RSP നേതാവ്, RSP മാത്രമല്ല അല്ലാതെ തന്നെയുള്ളൊരു നേതാവ്, കേരള കിസിഞ്ചർ എന്നൊക്കെ പറയപ്പെടുന്ന ബേബി ജോൺ സാറ് അദ്ദേഹത്തെ കണ്ടു. 1998 ലോക്സഭയിലേക്ക് പോയതാണ്. 96 ലോക്സഭയിൽ അദ്ദേഹം പോയി. അത് കഴിഞ്ഞതിന് ശേഷം ഒരു ഇടവേളയിൽ 5 വർഷം VS അച്യുതാനന്ദൻ ഗവൺമെൻറ് മന്ത്രിയായിരുന്നു. അതിനുശേഷം ഈ ജൈത്രയാത്ര തുടരുകയാണ്. ഏത് മുന്നണി വന്നാലും ഏത് രാഷ്ട്രീയ മാറ്റം ഉണ്ടായാലും ഒരു നിത്യഹരിത നായകനെ പോലെ അദ്ദേഹം ലോക്സഭാ നേതാവാണ്, ലോക്സഭയിലെ കാൻഡിഡേറ്റാണ്. പലരും അദ്ദേഹത്തെ കീഴ്പ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്, നടന്നിട്ടില്ല. വെൽക്കം സർ. താങ്ക് യു. എന്താണ് ഈ എപ്പോഴും ഇങ്ങനെ മിന്നി അല്ല വിജയത്തിൻ്റെ രഹസ്യം? വാട്ട് ഈസ് എ ഫോർമുല? ഒരു വല്ലാത്ത കുഴയ്ക്കുന്ന ചോദ്യമാണ്. ഒരു ജനപക്ഷ നിലപാടുകൾക്ക് ലഭിക്കുന്ന അംഗീകാരമായിട്ടാണ് ഞാനതിനെ കാണുന്നത്. ജനങ്ങളോട് സത്യസന്ധമായും സുതാര്യമായും കാപട്യമില്ലാതെ ജനതാൽപര്യത്തിന് അനുരോധമായ നിലയിൽ പ്രവർത്തിക്കാൻ ഒരു പൊതുപ്രവർത്തകന്, ജനപ്രതിനിധിക്ക് കഴിയുമെന്നുണ്ടെങ്കിൽ ആ ജനപ്രതിനിധിക്ക് ലഭിക്കുന്ന സ്വീകാര്യതയാണ് എനിക്കൊരു പക്ഷേ തെരഞ്ഞെടുപ്പിൽ ആവർത്തിച്ചുണ്ടാകുന്ന വിജയം എന്നാണ് എൻ്റെ വിശ്വാസം. പറഞ്ഞ കാര്യത്തിൽ ഞാനത് ശരി, ഒരു ജനപ്രിയ നേതാവാണ്, ജനങ്ങളുടെ കാര്യത്തിൽ എപ്പോൾ വേണേലും ഇടപെടണം, അങ്ങനെയൊക്കെ ആയിരുന്നു RSPയിലെ പല മുൻ നേതാക്കന്മാരും ഒക്കെ. ഏത് സമയത്ത് നിന്ന് വിളിച്ചാലും ബാക്കിയെല്ലാം മാറ്റിവെച്ച് ജനങ്ങളുടെ കൂടെ നിൽക്കുന്നൊരു സ്വഭാവം അവർക്കുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ ട്രൂത്ത് മസ്റ്റ് നോട്ട് ഓൺലി ബി ഡൺ ബട്ട് ഇറ്റ് മസ്റ്റ് ഓൾസോ സീം ടു ബി ഡൺ. അപ്പം അങ്ങ് അവരെ ജനത്തെ സേവിച്ചാൽ മാത്രം പോരാ, സേവിക്കുന്നു എന്നുള്ള ബോധ്യം അവർക്കുണ്ടാവണം. അത് ആ ഒരു ഘടകമായിരിക്കണം അങ്ങേ ഇത്ര. അബ്സല്യൂട്ട്ലി കറക്റ്റ്. ജസ്റ്റിസ് ഷുഡ് നോട്ട് ഓൺലി ബി ഡൺ ബട്ട് സീംസ് ടു ബി ഡൺ. നീതി നിർവഹിച്ചാൽ പോരാ, നീതി കൊടുത്താലോ നീതി നടക്കുന്നു എന്ന് ബോധ്യം വളരെ വളരെ ശരിയാണ്. സമകാലിക രാഷ്ട്രീയത്തിൽ ഏറ്റവും പ്രസക്തമായിട്ടുള്ള വിഷയമാണ്. എനിക്കൊന്ന് ഇവിടെ ഉള്ള കേരളത്തിലുള്ള രാഷ്ട്രീയ നേതാക്കന്മാരിൽ PM-നെ ഇത്ര അടുത്ത് കണ്ടിട്ടുള്ള, വർക്കിംഗ് വെരി ക്ലോസ് വിത്ത് ഹിം, അത് വേറെ ഒരാളുണ്ടായിട്ടില്ല. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലിയും അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റിയും അദ്ദേഹത്തിന് നമുക്കൊക്കെ തോന്നുന്നു അദ്ദേഹത്തിന് കരിസ്മ ഉണ്ടെന്നാണ് തോന്നിയത്. വാട്ട് ഈസ് യുവർ ഇംപ്രഷൻ? ഒരു കരിസ്മാറ്റിക് ലീഡറാണ്, ഒരു സംശയം വേണ്ട. അദ്ദേഹം കരിസ്മാറ്റിക് ലീഡർ. പക്ഷേ അദ്ദേഹത്തിൻ്റെ നയങ്ങളോട് ഒരു തരത്തിലും യോജിക്കാൻ കഴിയില്ല. ഇപ്പം തന്നെ ഈ പാർലമെൻറ്റ് പാസ്സാക്കി കൊണ്ടുവരുന്ന ഓരോ നിയമങ്ങളും, നിങ്ങൾ തുടക്കം മുതൽ ഇങ്ങോട്ട് ഇപ്പോൾ പൗരത്വ നിയമ ഭേദഗതിയായാലും മുസ്ലിം കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണത്തിൻ്റെ കാര്യത്തിലായാലും, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് FCRAയുടെ ഭേദഗതിയായാലും, ഇതെല്ലാം പരിശോധിച്ചാൽ ദേ ആർ ടാർഗറ്റിംഗ് മൈനോറിറ്റീസ്. മുസ്ലിം ക്രൈസ്തവ ന്യൂനപക്ഷ വിഭാഗങ്ങളെ വലിയ തോതിൽ അവരുടെ താല്പര്യങ്ങളെയും അവകാശങ്ങളെയും തമസ്കരിക്കുകയും വേണ്ടി വന്നാൽ ഉന്മൂലന സ്വഭാവത്തിലുള്ള നിയമനിർമ്മാണങ്ങൾക്കാണ് ഈ ഗവൺമെൻറ് രൂപം നൽകുന്നത്. അപ്പോൾ എന്താണ് പൊളിറ്റിക്കൽ അജണ്ട? അദ്ദേഹത്തിൻ്റെ കരിസ്മാറ്റിക് ലീഡർഷിപ്പ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നേതൃപരമായിട്ടുള്ള ആ നേതൃപരമായ മികവ് രാജ്യത്തിൻ്റെ പൊതുവായ താല്പര്യത്തിനും നന്മയ്ക്കും, പൊതുവായ താല്പര്യം എന്ന് പറയുമ്പോൾ നാടിൻ്റെ സന്തുലിതമായ വികസനത്തിനും വളർച്ചയ്ക്കും, ഇൻക്ലൂസീവ് ഡെവലപ്മെൻറ്റ്, ആ ഇൻക്ലൂസീവ് ഡെവലപ്മെൻ്റ് എന്ന അജണ്ട പോലും RSSനില്ല, BJPക്കില്ല, മോദിക്കില്ല, അമിത്ഷായ്ക്കില്ല. അവിടെയാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ ഇപ്പോൾ FCRA ആക്ടിൻ്റെ കാര്യം പരിശോധിച്ചാൽ, ഏതെങ്കിലും കാരണവശാൽ ഒരിക്കൽ FCRA സാങ്ഷൻ എക്സംഷൻ കൊടുത്തു കഴിഞ്ഞാൽ, അതായത് വിദേശ പണം സംഭാവനയായി സ്വീകരിക്കാനുള്ള അനുവാദം കൊടുത്തു കഴിഞ്ഞാൽ, പിന്നെ എപ്പോഴെങ്കിലും സബ്സിക്വൻ്റായി അനുവാദം ലഭിച്ചില്ലെങ്കിൽ, ഫ്യൂച്ചറിലാണ് അനുവാദം ലഭിച്ചില്ലെങ്കിൽ, നേരത്തെ അനുവാദം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ആർജിച്ച ആസ്തിയും സ്വത്തും മുഴുവൻ
ഒരു അതോറിറ്റി രൂപീകരിച്ച അതോറിറ്റി കണ്ടുകെട്ടുമെന്ന് പറഞ്ഞ് എന്തൊരു പ്രാകൃത നിയമമാണ്, ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത നിയമമല്ലേ. അതുപോലെ നിരവധി നിബന്ധനകൾ, ആ നിബന്ധനകളൊക്കെ വായിച്ചു നോക്കുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ റൂൾസ് ഫ്രെയിം ചെയ്യുമ്പോഴാണ് വരാൻ പോകുന്നത്. അപ്പോഴാണ് പാർലമെൻറ്റിൽ ചർച്ചയ്ക്ക് വരില്ല, റൂൾസ് പാർലമെൻറ്റിൽ ചർച്ചയ്ക്ക് വരില്ല. അപ്പം ബോധപൂർവമായി വിദേശ രാജ്യങ്ങളിൽ നിന്ന് സംഭാവന ലഭിക്കുന്ന ക്രൈസ്തവ മിഷണറിമാർ ഉൾപ്പെടെ മുസ്ലിം സമുദായവുമായി ബന്ധപ്പെട്ട ധാരാളം ചാരിറ്റബിൾ ഓർഗനൈസേഷൻസ് ഉൾപ്പെടെ ഉള്ളവയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ നിയമനിർമ്മാണം. ഇതൊക്കെ നടത്തുമ്പോഴും എത്രയോ ഹിന്ദു ഓർഗനൈസേഷൻസ് വലിയ തോതിൽ വിദേശ സംഭാവനകൾ കൈപ്പറ്റുന്നു. പക്ഷേ ഈ നിയമം എല്ലാവർക്കും ഒരു യൂണിഫോംലി അല്ലേ ആപ്ലിക്കബിൾ? സ്വാഭാവികമായും ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് ഗവൺമെൻറ് ആണല്ലോ. ഈ കാര്യങ്ങളിലൊക്കെ ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ പലതരത്തിലുള്ള സേവിങ്സും പലതരത്തിലുള്ള എക്സംഷൻസും പ്രിവിലേജസും കൊടുക്കാൻ കഴിയും. അങ്ങനെയുള്ള ഡിസ്ക്രിപ്ഷൻ ഇംപ്ലിമെൻറ്റിംഗ് അതോറിറ്റീസിനുണ്ടോ? സ്വാഭാവികമായും വരും. കാരണം അതാണ് നമ്മൾ റൂൾസ് ഫ്രെയിം ചെയ്യുമ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഇളവ് നൽകാനും അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ആനുകൂല്യങ്ങൾ നൽകി സംരക്ഷിക്കാനും ഒക്കെ കഴിയും. പിന്നെ കൂടുതൽ മൈനോറിറ്റീസ്, പ്രത്യേകിച്ചും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി, മിഷണറി ഏറ്റവും കൂടുതൽ ആശുപത്രികളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നമ്മുടെ സംസ്ഥാനം നടത്തുന്നവരാണ്. അപ്പം ഞാൻ 5 വർഷം പഠിച്ചത് ഫാത്തിമ മാത ജോൺ മേരിയിൽ പഠിച്ചത് അവിടെയാണ്. 5 പൈസ പോലും ഡൊണേഷൻ വാങ്ങാതെയാണ് 5 വർഷവും ഞാൻ അവിടെ പഠിച്ചത്. ആ ഫാത്തിമ മാത നാഷണൽ കോളേജ് ഉള്ളത് കൊണ്ടാണ്, ഒരുപക്ഷെ ഞാൻ പല യോഗങ്ങളിലും പറഞ്ഞിട്ടുണ്ട്, FMN കോളേജിൽ പഠിച്ചത് കൊണ്ടാണ്. ഞാൻ ഇംഗ്ലീഷ് മീഡിയം സ്റ്റുഡൻ്റ് അല്ല, അതെ, ഞാൻ മലയാളം മീഡിയത്തിൽ നാട്ടുപുറത്ത് പഠിച്ചു വന്നയാളാണ്. ഞാൻ ഇടയ്ക്ക് 5 മുതൽ 7 വരെ സെൻറ്റ് ജൂഡ് ബോർഡിങ്ങിലുണ്ടായിരുന്നു. ഫാത്തിമ കോളേജിൽ പഠിച്ചത് കൊണ്ടാണ് സത്യത്തിൽ എനിക്ക് ഈ രൂപത്തിൽ ആംഗലേയ ഭാഷ കൈകാര്യം ചെയ്യാനുള്ള അവസരമുണ്ടായെന്നാണ് എൻ്റെ ഇപ്പോഴും ആത്മവിശ്വാസം. കാരണം ഞാൻ കോളേജിൽ ചെല്ലുമ്പോൾ തന്നെ ഏറ്റവും കൂടുതലായിട്ട് 10-25 പേർ തങ്കശ്ശേരിയിൽ നിന്നുള്ള ആംഗ്ലോ ഇന്ത്യൻ സ്റ്റുഡൻസ് ഉൾപ്പെടെയുള്ളവരാണ്. മുഴുവൻ ഇംഗ്ലീഷിലായിരുന്നു ക്ലാസ്. അന്നൊക്കെ വലിയ അസഹിഷ്ണുത തോന്നി, വലിയ ബുദ്ധിമുട്ടും പ്രയാസവും തോന്നി. പക്ഷേ പിന്നീട് അതുമായി ഇഴുകിച്ചേർന്നു. അതൊരു നല്ല ബേസ് കിട്ടി, ഇംഗ്ലീഷിൽ നല്ലൊരു ബേസ് കിട്ടി ഫാത്തിമ കോളേജിലെ പഠനം കൊണ്ടാണ്. ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ ഫാത്തിമ കോളേജ് ആയാലും ബെൻസീർ ഹോസ്പിറ്റൽ ആയാലും കേരളത്തിലുള്ള മെഡിക്കൽ കോളേജുകളായാലും മിഷൻ ഹോസ്പിറ്റൽസ് ആയാലും ഇതൊക്കെ നടത്തുന്നത് വിദേശത്തു നിന്ന് ലഭിക്കുന്ന സംഭാവന കൂടി പ്രയോജനപ്പെടുത്തിയിട്ടാണ്. അപ്പോൾ അത്തരത്തിലുള്ള മിഷണറി ആക്ടിവിറ്റീസിനെയൊക്കെ റെസ്ട്രിക്റ്റ് ചെയ്യുക, അതാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ മുസ്ലിം കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട് ധാരാളം FCRA റെഗുലേഷൻസിൻ്റെ ഭാഗമായിട്ടുള്ള എക്സംഷൻസ് ലഭിക്കുന്നുണ്ട്. അതിനെയൊക്കെ റെസ്ട്രിക്റ്റ് ചെയ്യുമ്പോഴും ലക്ഷ്യം ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഒരു ഹിന്ദുത്വ പൊളിറ്റിക്കൽ അജണ്ട കൺവിൻസിംഗ് ആയി നടപ്പാക്കുക എന്ന മോദി ഗവൺമെൻറ്റിൻ്റെ നയമാണ്. ആ നയം ഒരു തരത്തിലും ഇന്ത്യയെപ്പോലെയുള്ള ഒരു സെക്കുലർ ഡെമോക്രാറ്റിക് ഫാബ്രിക് നിലനിൽക്കുന്ന ഇന്ത്യയെപ്പോലെ ഒരു രാജ്യത്ത് അപ്രായോഗികമാണ്, അത് ശരിയല്ല, അത് ഒരു തരത്തിലും യോജിക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഗവൺമെൻറ്റിനോടുള്ള അതിശക്തമായ വിയോജിപ്പ് എല്ലാ ഘട്ടങ്ങളിലും പാർലമെൻറ്റിനകത്തും പുറത്തും പ്രകടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അവരെ വ്യക്തിപരമായി ആക്ഷേപിക്കുന്നില്ല, അതിൻ്റെ ശൈലിയല്ല. എനിക്ക് ഞാൻ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഇടപെടുന്നത് ക്ഷമിക്കണം കേട്ടോ. നമ്മളിവിടെ ഈ സെറ്റിംഗ് ഇടുന്ന സമയത്ത് മകൻ കാർത്തിക് വന്നു. അപ്പം എന്നെ മകന് പരിചയപ്പെടുത്തുകയൊക്കെ ചെയ്തു. അപ്പം മകൻ പറഞ്ഞു, അച്ഛൻ്റെ ഒരു നല്ല കാൻഡിഡ് ഇൻ്റർവ്യൂ ആയിരിക്കണം ഇതെന്ന് പറഞ്ഞു. ഞാൻ മകനെ പറ്റി തന്നെ ഒരു ചെറിയ ചോദ്യം എനിക്ക് ചോദിക്കാറുണ്ട്. അതായത് അങ്ങയുടെ ഒരു രാഷ്ട്രീയ പാരമ്പര്യവും പൊളിറ്റിക്കൽ സ്റ്റേച്ചറും ഒക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ഇരവിപുരം അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയിൽ കാർത്തിക്കിനെ കൺസിഡർ ചെയ്യേണ്ട ഒരവസ്ഥ വരുന്നു. അപ്പോൾ അവിടെ പാർട്ടിക്കകത്ത് തന്നെ അതിനോടൊരു എതിർപ്പുണ്ടായി. ഫൈനലി വേണ്ടെന്ന് വെച്ചു. എനിക്ക് അതിൻ്റെ ആ പ്രക്രിയ എങ്ങനെയാണ് സംഭവിച്ചതെന്ന് പറഞ്ഞുതരാമോ? തികച്ചും ആകസ്മികമായിട്ടുള്ള ഒരു സംഭവ പരമ്പരയായിരുന്നു അത്. ഞാനിതിപ്പോൾ അത് വിശദീകരിക്കണമെന്ന് ആഗ്രഹിച്ചല്ല, പക്ഷേ ജോൺമേരി ചോദിച്ചുകൊണ്ട് തീർച്ചയായിട്ടും വളരെ പ്രസക്തമായതുകൊണ്ട് പറയാം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വിശദീകരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചതാണ്, പക്ഷെ വളരെ സുതാര്യമായിരുന്നു. കാരണം ശ്രീ കാർത്തിക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്നുള്ള ചിന്ത പോലും എൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല. ഇല്ല, ഞങ്ങളുടെ ആരുടെയും മനസ്സിലുണ്ടായിരുന്നില്ല. ഞാനൊരൊറ്റ ഉദാഹരണം പറയാം. ഈ പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷവും അതിന് മുമ്പും അവിടെ ഇരവിപുരത്ത് നിയോജക മണ്ഡലത്തിൽ മത്സരിക്കുന്ന, അല്ലെങ്കിൽ കഴിഞ്ഞ 10 വർഷക്കാലമായി തുടർച്ചയായി നിയമസഭാംഗമായിരിക്കുന്ന ശ്രീ നൗഷാദ്, സത്യത്തിൽ അവിടുത്തെ കോൺഗ്രസ് UDF പ്രവർത്തകരെ ഈ ഇത്രയും ഹരാസ് ചെയ്തൊരു നിയമസഭാംഗമില്ല. അപ്പോൾ അവിടുത്തെ യൂത്ത് കോൺഗ്രസ് ലീഗ് പ്രവർത്തകർ, അവിടുത്തെ 2 ബ്ലോക്ക് പ്രസിഡന്റുമാർ, ആ മണ്ഡലത്തിൻ്റെ പരിധിയിൽ വരുന്ന 2 ബ്ലോക്ക് പ്രസിഡന്റുമാർ, 9 മണ്ഡലം പ്രസിഡന്റുമാർ, ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട 13 കൗൺസിലർമാർ, 9ഓളം പേർ, ഇവരാണ് ഈ പ്രപ്പോസലുമായിട്ട് ആദ്യമായി രംഗത്തേക്ക് വരുന്നത്.
കാർത്തിക് മത്സരിച്ചാൽ അനായാസകരമായിട്ടുള്ള വിജയം കൈവരിക്കാൻ കഴിയും. അതുകൊണ്ട് കാർത്തിക്കിനെ മത്സരിപ്പിക്കണമെന്ന നിലയിലുള്ള ഒരു വലിയൊരു ട്രെൻഡ് പോലെയാണ് സത്യത്തിൽ. അവർ 1, 2, 3 പലരായി. അപ്പോൾ ആദ്യഘട്ടങ്ങളിലൊക്കെ എനിക്കറിയാം, ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ച് പരിമിതമായ സീറ്റുകൾ മാത്രം മത്സരിക്കുന്ന ഒരു പാർട്ടി എന്ന നിലയിൽ അതിൻ്റെ സാധ്യതയും അതിൻ്റെ ബുദ്ധിമുട്ടും നല്ലതുപോലെ അറിയുന്നത് കൊണ്ട് തന്നെ അതിനൊരു താല്പര്യവും പ്രകടിപ്പിച്ചില്ല. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ലീഗ്, ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ RSPയിൽ തന്നെ നല്ലൊരു വിഭാഗം, ഇരവിപുരം നിയോജക മണ്ഡലത്തിൽ ഇപ്പോൾ റിബലായി അല്ലെങ്കിൽ ഇപ്പോൾ BDJSൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സജി ഡി ആനന്ദ് ഉൾപ്പെടെയുള്ളവർ ഒരു കാരണവശാലും ഇതിൽ നിന്ന് പിൻവാങ്ങരുത്, കാർത്തിക്കിനെ മത്സരിപ്പിക്കണമെന്നുള്ള നിർബന്ധിതമായ താല്പര്യം വന്നപ്പോൾ, എന്നാൽ ശരി പാർട്ടി അങ്ങനെ ആലോചിക്കുന്നെങ്കിൽ തീരുമാനിക്കുന്നെങ്കിൽ ആകാം എന്ന നിലയിൽ ഞാൻ കൺകർ ചെയ്യുന്നത് പോലും വളരെ വൈകിട്ടാണ്. അത് ചെയ്തതിന് ശേഷം നിർഭാഗ്യവശാൽ പാർട്ടിക്കുള്ളിൽ ചില അതൃപ്തിയും അസംതൃപ്തിയും ആ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായി. ചില പ്രതികരണങ്ങളുണ്ടായി. ആ പ്രതികരണങ്ങൾ എന്നെ വല്ലാതെ മനസ്സിനെ വേദനിപ്പിച്ചു. അതായത് കാർത്തിക്കിൻ്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയ ഒരു പ്രതികരണം അത് പൊതുമണ്ഡലത്തിൽ വന്നതാണ്. അപ്പോൾ സ്വാഭാവികമായി അങ്ങനെയാണെങ്കിൽ അതൊന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യണം എന്ന നിലയിൽ വന്നു. അങ്ങനെ വിവിധ തലങ്ങളിൽ ചർച്ച ചെയ്തപ്പോഴൊക്കെ ഈ പേരിന് നല്ല സപ്പോർട്ട് കിട്ടി. പക്ഷേ നിർഭാഗ്യവശാൽ അത് പാർട്ടിയിൽ ഒരു വിഭാഗീയതയ്ക്ക് വഴിതെളിക്കുമെന്നൊരു ഘട്ടം വന്നപ്പോൾ ആ ഒരു പൊസിഷനിൽ നിന്ന് വിഡ്രോ ചെയ്യുകയാണ് സത്യത്തിൽ ചെയ്തത്. പക്ഷേ നിർഭാഗ്യവശാൽ അത് ഉണ്ടാക്കിയൊരു വളരെ വളരെ അനിഷ്ടകരമായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾക്ക് അല്ലെങ്കിൽ ഒരുപാട് സംഭവവാസങ്ങൾക്ക് രൂപം നൽകി. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു യഥാർത്ഥ ചിത്രം ഞാൻ സൂചിപ്പിച്ചതല്ല ഒരു ഘട്ടത്തിൽ പോലും. അതാണ് അങ്ങനെ ഏതെങ്കിലും തരത്തിൽ മാത്രമല്ല, ഞങ്ങൾ എഴുതി കൊടുത്തു. UDFൻ്റെ സംസ്ഥാന സമിതിക്ക് ഞങ്ങൾ എഴുതി കൊടുത്തു, ഇരവിപുരം സീറ്റ് വിട്ട് കൊല്ലം സീറ്റ് RSPക്ക് നൽകണമെന്ന് രേഖാമൂലം കൊടുക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ എഴുതി കൊടുത്തു, അവരുമായി ചർച്ച ചെയ്തു. അപ്പോൾ അങ്ങനെ വളരെ വ്യക്തമായി സുതാര്യമായി ഈ കാര്യങ്ങളിൽ നിലപാട് സ്വീകരിക്കുമ്പോൾ ഇത്തരമൊരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ വിന്നബിലിറ്റിയുടെ അടിസ്ഥാനത്തിൽ പാർട്ടിക്കൊരു സീറ്റ് ഈ തെരഞ്ഞെടുപ്പിൽ ഉറപ്പായി കിട്ടും, ചവറ കൂടാതെ ഒന്നുകൂടി കിട്ടാൻ, ഒരുപക്ഷെ കുന്നത്തൂരും ഇതെല്ലാം കൂടി കിട്ടിയാൽ 3 സീറ്റ് കൊല്ലം ജില്ലയിൽ RSPക്ക് കിട്ടിയാൽ പഴയകാല പ്രതാപത്തിലേക്ക് പാർട്ടിക്ക് തിരിച്ചു പോകാം. ഇത് പൊതുവായി വന്ന ആ നിയോജക മണ്ഡലത്തിൽ 1-2 പേരല്ല, കോൺഗ്രസിൻ്റെ സമുന്നതരായിട്ടുള്ള നിരവധി നേതാക്കൾ എന്നോട് ആവശ്യപ്പെട്ടു. ഇവർ മാത്രമല്ല, കോൺഗ്രസിൻ്റെ ഇന്നത്തെ ടോപ്പിലുള്ള പ്രധാനപ്പെട്ട ലീഡേഴ്സ്, ഞാൻ പേരുകളൊന്നും പറയുന്നില്ല, അവർ തന്നെ നേരിട്ട് ഒരു കാരണവശാലും എതിര് നിൽക്കരുത്, ഞങ്ങളുടെയൊക്കെ പഠനത്തിലും പരിശോധനയിലും നല്ല ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് അത് ആലോചിക്കണം എന്ന നിലയിൽ ഞാനുമായി ചർച്ച ചെയ്തു, ഷിബുവുമായി ഞങ്ങളൊക്കെ ആയിട്ട് ചർച്ച ചെയ്തു. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ അങ്ങനെ ഒരു ഓപ്പണിംഗ് കിട്ടുമ്പോൾ, അത്തരത്തിലൊരു പബ്ലിക് ട്രെൻഡും അങ്ങനെ ഒരു ഓപ്പണിങ്ങും കിട്ടുമ്പോൾ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞ 10 വർഷക്കാലമായി നമുക്ക് നഷ്ടപ്പെട്ട ആ സീറ്റ് തിരികെ കിട്ടാനുള്ള ഒരു സാഹചര്യം സ്വാഭാവികമായും മകന് പൊളിറ്റിക്സിൽ ഒരു ഓപ്പണിങ്ങിന് വേണ്ടി പൊതുവായ ഒരു താല്പര്യവും ആവശ്യവും ഉയർന്നു വരികയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് അത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ചതും അത് പാർട്ടിക്ക് ഗുണകരമല്ലാത്ത നിലയിലേക്ക് വരുമെന്നും ഒരു വിഭാഗീയതയിലേക്ക് വഴിതെളിക്കുമെന്ന് കണ്ടപ്പോൾ പൂർണ്ണമായും അതിൽ നിന്ന് പിൻവാങ്ങുകയും ചെയ്തു. വളരെ സജീവമായി തന്നെ ഇപ്പോൾ നമ്മൾ നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ വിജയത്തിന് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുകയാണ്. നേരത്തെ മോൻ്റെ കാൻഡിഡേറ്റിനെ പറ്റി ഉള്ള കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് കാർത്തിക് ജസ്റ്റ് ഹാപ്പൻസ് ടു ബി യുവർ സൺ, വേറെ രീതിയിലുള്ള ഒരു പ്രവർത്തനമോ കാര്യങ്ങളോ ഒന്നും അദ്ദേഹത്തിന് ഇല്ലായിരുന്നല്ലോ, പിന്നെ എങ്ങനെയായി ഈ പേര് പെട്ടെന്ന് പൊങ്ങി വരുന്നത്? അതിനൊരു കാരണം 2014 മുതലുള്ള 3 പാർലമെൻറ്റ് ഇലക്ഷനും അതായത് UDFൽ വന്നതിന് ശേഷമുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 3ലും തെരഞ്ഞെടുപ്പ് പ്രചാര പ്രവർത്തനങ്ങളുടെ ചുക്കാൻ പിടിച്ചിരുന്നത് കാർത്തിക്കായിരുന്നു. അതിൽ പ്രത്യേകിച്ചും പുതുതലമുറയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ന്യൂ മോഡ് ഓഫ് ക്യാമ്പയിൻ, കാരണം അവൻ M.Tech കഴിഞ്ഞു, അത് കഴിഞ്ഞ് MBA എടുത്തു, അത് കഴിഞ്ഞതിന് ശേഷം ഈ മാസ്റ്റേഴ്സ് ഇൻ സ്ട്രാറ്റജിയാണ്, പോർച്ചുഗലിൽ നിന്ന് ലിസ്ബൺ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മാസ്റ്റേഴ്സ് ഇൻ സ്ട്രാറ്റജിയാണ്. അപ്പോൾ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ്, അത് പൊളിറ്റിക്കൽ അഫയേഴ്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ആഴത്തിൽ പഠിച്ചിട്ടുള്ളത് കൊണ്ട് ഈ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്ത് ഈ 3 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത് കാർത്തിക്കാണ്. മാത്രമല്ല ഈ ഇരവിപുരം നിയോജക മണ്ഡലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടുത്തെ യൂത്ത് കോൺഗ്രസ്, യൂത്ത് ലീഗ് പ്രവർത്തകരുമായി, കാരണം ഞാൻ താമസിക്കുന്നത് ഇരവിപുരം നിയോജക മണ്ഡലത്തിലാണ്, നല്ല ഒരു സൗഹൃദ ബന്ധവും ഉണ്ടായിരുന്ന പശ്ചാത്തലത്തിലായിരിക്കാം ഒരുപക്ഷെ സ്വാഭാവികമായിട്ട് എല്ലാവരുമായിട്ടും നല്ല മിംഗ്ലിങ്ങാണ്. ഈ പോസ്റ്റേഴ്സ് കൊടുക്കുന്നത്, പ്രിൻറ്റിങ് മെറ്റീരിയൽസ് കൊടുക്കുന്നത്, അതുപോലെ ഈ കാര്യങ്ങൾ അവർ കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഒരു ഉദാഹരണം, കഴിഞ്ഞ പ്രാവശ്യം 7 അസംബ്ലി നിയോജക മണ്ഡലങ്ങളിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ
ഓൺലൈൻ മുഖാന്തരം, മൊബൈൽ മുഖാന്തരം എങ്ങനെ പേര് ചേർക്കാമെന്നുള്ളതിനെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പിന് വളരെ മുമ്പ് തന്നെ ഞാൻ തന്നെ മുൻകൈ എടുത്തുകൊണ്ട് 7 അസംബ്ലി നിയോജക മണ്ഡലത്തിൽ ഒരു വർക്ക്ഷോപ്പ് നടത്തി. ആ വർക്ക്ഷോപ്പിൽ പോയി ക്ലാസ് എടുത്തതും കാര്യങ്ങൾ ചെയ്തതും ഒക്കെ കാർത്തിക്കാണ്. അപ്പോൾ അങ്ങനെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, ഷിബുവിൻ്റെ തെരഞ്ഞെടുപ്പിലും അതുപോലെ നിരവധി നിയോജക മണ്ഡലങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലും പഞ്ചായത്ത്, മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലും ഒക്കെ വോട്ട് ക്യാമ്പയിനും ക്യാൻവാസിങ്ങിനും വേണ്ടിയിട്ടൊക്കെ പോകാറുണ്ട്. അത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തന പരിചയത്തിലൂടെ ഉണ്ടായ ഒരു ബന്ധമായിരിക്കാം ഒരുപക്ഷേ സ്വാഭാവികമായി പിന്നെ നിരന്തരം ഇവിടെ സന്ദർശകർ വരുമ്പോഴൊക്കെ അവരുടെ കാര്യങ്ങൾ, ഏതെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ അവരെ കൊണ്ട് ഫോളോ അപ്പ് ചെയ്യിപ്പിക്കുക, ആ കാര്യങ്ങൾ സാധ്യമാക്കുക, അങ്ങനെയൊക്കെയുള്ള ബന്ധത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കാം അത് ക്രോപ്പ് അപ്പ് ചെയ്തു വരാനുള്ള കാരണമെന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങേ ഇലക്ഷന് പരാജയപ്പെടുത്താൻ വേണ്ടി CPM പ്രധാനമായിട്ട് അഡോപ്റ്റ് ചെയ്യുന്ന ഒരു 2 ടാക്റ്റിക്കാണ്. ഒരെണ്ണം നല്ലൊരു നാറിയ പേര് ചാർത്തി തന്നിട്ടുണ്ട്. അതെന്താ ഞാൻ ചോദിക്കുന്നത്, ചീഫ് മിനിസ്റ്റർ ശ്രീ പിണറായി വിജയൻ ഒരിക്കലും നമ്മൾ പ്രൈവറ്റ് ടോക്കിലൊന്നും ഇങ്ങനെയുള്ളൊരു വാക്കൊന്നും ഒരിക്കലും ഉപയോഗിക്കാറില്ലല്ലോ. കേട്ടിട്ടുണ്ടോ അങ്ങനെ അദ്ദേഹം ഇല്ല, അങ്ങനെ സംസാരിക്കാറില്ല. പിന്നെ എന്താ ഈ പൊതുജന സമക്ഷം വരുന്ന സമയത്ത് പുള്ളിക്ക് ഇപ്പം ഈ ഇലക്ഷന് തന്നെ കോന്നി പോയിട്ട് ആരൊരു അവിടെ പൊതുസമ്മേളനത്തിൽ വെച്ച് ചോദിച്ചപ്പോഴത്തേക്ക് CM ഒരു ചോദ്യം ചോദിച്ചപ്പോഴത്തേക്ക് വീട്ടിൽ പോയി ചോദിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്താ അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ആ ഒരു ശൈലി? എന്നെ സംബന്ധിച്ച കാര്യം ഞാൻ പറയാം. അത്തരത്തിലൊരു പദപ്രയോഗത്തിലൂടെ അധിക്ഷേപിക്കാനിടയായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം ഞാൻ മനസ്സിലാക്കുന്നത്, ഇപ്പോഴും മനസ്സിലാക്കുന്നത്, 34 വർഷക്കാലം ഞങ്ങൾ LDFിലായിരുന്നു. അല്ലാണ്ട് 10-20 വർഷക്കാലം LDFിൻ്റെ നേതൃനിരയിൽ പ്രവർത്തിക്കാനുള്ള അവസരം എനിക്കുണ്ടായിട്ടുണ്ട്. LDFിൻ്റെ സംസ്ഥാന സമിതി യോഗങ്ങളിലും ക്യാമ്പയിനുകളിലും പ്രക്ഷോഭങ്ങളിലുമൊക്കെ അദ്ദേഹത്തോടൊപ്പം ഒരുമിച്ച്, അതുപോലെ ഉപതെരഞ്ഞെടുപ്പുകളിലുമൊക്കെ. ഇപ്പോൾ നെയ്യാറ്റിൻകര നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് ഞങ്ങൾ 3 പേരായിരുന്നു. പിണറായി വിജയൻ, C ദിവാകരൻ, ഞാൻ. മുഴുവൻ ലോക്കലുകളിലും പോയി അസസ്മെൻ്റ് എടുത്ത് റിപ്പോർട്ട് ചെയ്ത് ഈ കാര്യങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ അദ്ദേഹത്തോടൊപ്പം ഞങ്ങൾ 2 പേരാണ്. അപ്പോൾ ആ നിലയിൽ വിശ്വാസത്തിലെടുത്ത് ഏതെങ്കിലും കാരണവശാൽ RSPന് മുന്നണി വിട്ടു പോയാലും ഞാനൊരു കാരണവശാലും പോകില്ല എന്നൊരു വലിയ വിശ്വാസം ഒരുപക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുമായിരുന്നു. മാത്രമല്ല LDFിൻ്റെ സംസ്ഥാന സമിതി യോഗങ്ങളിലൊക്കെ ഞാൻ പറയുന്നതിന് ഡ്യൂ റെസ്പെക്റ്റ് കൊടുക്കുകയും അതൊക്കെ തീരുമാനങ്ങളായി വരുന്ന സാഹചര്യങ്ങൾ എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഓർമ്മയുണ്ട്. പിന്നെ ലെഫ്റ്റിൻ്റെ, പ്രത്യേകിച്ച് CPMൻ്റെ ഒരു പ്രധാന ആക്ഷേപം താങ്കളെ പറ്റി ഒരു BJP സോഫ്റ്റ് BJP ചായ്വുണ്ട്. അതിനകത്ത് അവർ പല പ്രാവശ്യം പറഞ്ഞു. ഏറ്റവും എനിക്കിപ്പോഴും ഓർമ്മയുള്ളതെന്ന് പറയുന്നത് ലോക്സഭയുടെ ഒരു ഇത് തീരുന്ന സമയത്ത് പാർലമെൻ്ററി ക്യാൻറ്റീനിൽ മോഡിജി താങ്കളെ ഭക്ഷണത്തിന് ഉച്ചഭക്ഷണം ക്ഷണിച്ചു. അപ്പം അതൊക്കെ കാണിക്കുന്ന ഇത് BJPയുമായിട്ടും മോഡിയുമായിട്ടും ഒക്കെയുള്ള അടുപ്പവും എപ്പോൾ വേണേലും മോഡി ക്യാമ്പിലോട്ട് പോകാൻ സാധ്യതയുള്ളൊരു കാൻഡിഡേറ്റായിട്ടാണ് ആക്ഷേപം വന്നിട്ടുള്ളത്. ആ ആക്ഷേപം വന്നത് 2014 ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ തന്നെ നേരിയ തോതിൽ ആരംഭിച്ചു ആ ക്യാമ്പയിൻ. പക്ഷെ അന്നത്ര എഫക്റ്റീവായില്ല. അന്ന് അധികാരമോഹത്തിൻ്റെ പേരിൽ ഞാൻ പോയി അല്ലെങ്കിൽ മുന്നണി മാറി എന്നുള്ള നിലയിലുള്ള ക്യാമ്പയിനായിരുന്നു മുഴച്ചു നിന്നത്. പക്ഷേ BJP ബാന്ധവത്തെ സംബന്ധിച്ച് ആ രൂപത്തിലുണ്ടായിരുന്നില്ല. 2019 16 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഘട്ടത്തിൽ അന്ന് നിശ്ചിതമായിട്ടുള്ള ആക്ഷേപം, അന്നത്തെ അവരുടെ മെയിൻ ഫോക്കൽ പോയിന്റ് ഇതായിരുന്നു. അതായത് നരേന്ദ്രമോദി രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി കൊല്ലം ബൈപ്പാസ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് വന്നു. അപ്പോൾ സുധാകരൻ ഉദ്ഘാടനം ചെയ്യാൻ, മുഖ്യമന്ത്രി സുധാകരൻ്റെ അധ്യക്ഷതയിൽ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരുന്ന പരിപാടി ഞാനായിട്ട് അട്ടിമറിച്ച് പ്രധാനമന്ത്രിയെ കൊണ്ടുവന്നൊരു ബൈപ്പാസിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഞാൻ BJPയിലേക്ക് ചെന്നുകൊള്ളാമെന്ന ധാരണയുടെ അടിസ്ഥാനത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വലിയ പരിപ്രേക്ഷ്യം സൃഷ്ടിച്ച് വലിയ തോതിലുള്ള മാസീവായിട്ടുള്ള മലീഷ്യസ് ക്യാമ്പയിനായിരുന്നു എനിക്കെതിരെ നടത്തി. ഭീകരമായിരുന്നു. അതാരാ അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ പരസ്യമായി പത്രസമ്മേളനത്തിൽ പറഞ്ഞു. അന്ന് ഇന്നത്തെ ധനമന്ത്രി KN ബാലഗോപാലായിരുന്നു എനിക്കെതിരെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി. പാർട്ടി സംസ്ഥാന സെക്രട്ടറി പത്രസമ്മേളനത്തിൽ പറഞ്ഞു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഇദ്ദേഹം BJPയിൽ പോകും. എങ്ങനെയെന്ന് ചോദിച്ചാൽ മറ്റൊന്നും കൊണ്ടല്ല, ഞാൻ നേരത്തെ പറഞ്ഞ ജനങ്ങളുമായിട്ടുള്ള ബന്ധം, പ്രത്യേകിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റിയുമായി, ക്രൈസ്തവ സമൂഹവുമായി, ഭൂരിപക്ഷ സമൂഹവുമായി, എല്ലാ സമൂഹവുമായും ഒരേപോലെ സഹകരിക്കുകയും അവരുടെ എല്ലാ പരിപാടികളിലും പോവുകയും
അവർക്കെല്ലാം ഉണ്ടാകുന്ന ന്യായയുക്തമായിട്ടുള്ള പ്രശ്നങ്ങളിൽ സജീവമായി ഇടപെടുകയും ചെയ്യുന്ന ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ അവർക്കുള്ളൊരു വിശ്വാസ്യത വളരെ വലുതായിരുന്നു. മുത്തച്ഛൻ ടാങ്ക് ഓടിച്ചിട്ടുണ്ടോ? ടാങ്ക് ഓടിച്ചിട്ടുണ്ടോന്നോ? മുത്തച്ഛനായിരുന്നു ടാങ്ക് ബറ്റാലിയന്റെ ക്യാപ്റ്റൻ. പീനട്ട് ബട്ടറാ. ഇനി എത്ര വേണമെങ്കിലും ബട്ടർ അടിക്കാം. കൊളസ്ട്രോളോ ട്രാൻസ്ഫാറ്റോ ഇല്ലാത്ത പീനട്ട് ബട്ടർ ഇപ്പോൾ 3 കിടിലൻ രുചികളിൽ. ഹാപ്പി പീനട്ട് ബട്ടർ. എത്ര ജമാഅത്തുകളിലാണ് പോയി. തോമസ് ഐസക് ആയിരുന്നു അന്ന് ഇലക്ഷൻ്റെ ചുമതല. ഇവിടെ ക്യാമ്പ് ചെയ്തൊരു മാസം തോമസ് ഐസക് ഉൾപ്പെടെയുള്ളവർ പോയി ജമാഅത്തിൽ പോയി, ജമാഅത്തിൻ്റെ ഭാരവാഹികളെ അവിടുത്തെ ഇമാം അടക്കമുള്ളവരുമായി പോയി എത്ര വീഡിയോ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നു. പക്ഷേ അതിനെ അതിജീവിച്ച് 2019 ജയിച്ചു. ഞാൻ BJPയിലും പോയില്ല, RSSലും പോയില്ല. അതിനിശ്ചിതമായി തന്നെ ഗവൺമെൻറ്റിൻ്റെ നയങ്ങളെ വിമർശിച്ചു. 2024 തെരഞ്ഞെടുപ്പ് വന്നപ്പോഴാണ് ജോൺ മേരി നേരത്തെ പറഞ്ഞ സംഭവം ഉണ്ടാകുന്നത്. ആ 16ാം ലോക്സഭയുടെ അവസാന ദിവസം ഞാൻ സത്യത്തിൽ സെഷൻ കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനായി വീട്ടിലേക്ക് പോകുമ്പോൾ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി OSDO കോൾ വരുന്നു, അഡീഷണൽ സെക്രട്ടറി ആകുന്നു, കോൾ വരുന്നു. PM കാണാൻ ആഗ്രഹിക്കുന്നു, PMO വരെ പാർലമെൻറ്റിൽ ഓഫീസ് വരെ വരാൻ കഴിയുമോ? ഞാൻ പറഞ്ഞു വരാം, എന്താണ്. അപ്പം ഞാൻ വിചാരിച്ചത് പാർലമെൻറ്റ് സെഷൻ അവസാനിക്കുന്നു, ആ ലോക്സഭ അവസാനിക്കുമ്പോൾ ഞാനൊരു കക്ഷിയുടെ നേതാവാണ് ചെറുതെങ്കിലും. അപ്പോൾ കക്ഷി നേതാക്കളെ എല്ലാവരെയും വിളിച്ച് സൗഹൃദം പറയാനും ഒരു ബൈ പറയാൻ വേണ്ടിയിട്ട് വിളിക്കുന്നതായിരിക്കും എന്നുള്ള ധാരണയിൽ ഞാൻ അപ്പോൾ തന്നെ തിരിച്ച് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ ചെല്ലുമ്പോൾ വിസിറ്റേഴ്സ് റൂമിലിരുന്നു. 2 മിനിറ്റ് കഴിയുമ്പോൾ അദ്ദേഹം അകത്തേക്ക് വിളിക്കുന്നു. അകത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ വേറെ 4-5 MP കൂടി ഇരിപ്പുണ്ട്. അല്ല, അവരെല്ലാം പുറത്തിരിക്കുകയാണ്. അപ്പോൾ ചെല്ലുമ്പോൾ പറഞ്ഞില്ല, ഞാൻ ചുമ്മാ വിളിച്ചതാണ്. ഞാൻ ഇതേവരെ ക്യാൻറ്റീനിൽ പോയി, നമ്മുടെ പുതിയ ബിൽഡിങ്ങാണ്, പാർലമെൻറ്റിൻ്റെ പുതിയ മന്ദിരത്തിലെ പുതിയ ക്യാൻറ്റീനാണ്. ഞാൻ ഇതേവരെ ക്യാൻറ്റീനിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ല. അപ്പോൾ ഇന്ന് നിങ്ങളെല്ലാവരുമായി ചേർന്ന് ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ വേറെയും 4-5 MP വിളിച്ചിട്ടുണ്ട്, അവർ പുറത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞ് എന്നെ തോളിൽ തട്ടി ആ ഡോർ തുറന്ന് പുറത്തിറങ്ങുന്നു. ലിഫ്റ്റിൽ കയറി മുകളിൽ പോയി പരസ്യമായി ആ പാർലമെൻറ്റ് ക്യാൻറ്റീനിൽ നിന്നാണ് ഭക്ഷണം. അപ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും MP ഭക്ഷണം എല്ലാവരും അത്ഭുതത്തോടു കൂടി നോക്കിക്കാണുകയാണ്. ഞങ്ങൾ 6 പേരോ 7 പേരുണ്ട്. അത് സംസാരിക്കുന്നു, പൊതുവർത്തമാനം പറയുന്നു, ചിരിക്കുന്നു, തമാശ. അപ്പോഴാണ് CPMൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗം നടരാജൻ, അന്ന് അദ്ദേഹം MP ആണ്, ലോക്സഭ MP ആണ്, കോയമ്പത്തൂരിലെ MP. അദ്ദേഹം തൊട്ടപ്പുറത്ത് സൈഡിൽ വന്ന് സെൽഫി എടുക്കുന്നുണ്ട്. ഇതെല്ലാം ഇത്രയും പബ്ലിക് ഡൊമൈനിൽ നടന്നൊരു സംഭവം. അതിനെ പിറ്റേ ദിവസമാണ് ഉച്ചയോടുകൂടി എളമരം കരിയുമാണ് ആരംഭിക്കുന്നത്. മര്യാദകേടാണ് പ്രേമേന്ദ്രൻ കാണിച്ചത്. ഭക്ഷണം കഴിച്ചു. എന്തൊരു ഭീകരമായ തുടർന്നങ്ങോട്ടുണ്ടായ ക്യാമ്പയിൻ. സത്യത്തിൽ വല്ലാതെ. എൻ്റെ വീട്ടിലേക്ക് DYFIയുടെ മാർച്ചുണ്ടായി. സംയുക്ത ട്രേഡ് യൂണിയൻ ക്യാമ്പയിൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 1000കണക്കിന് പേർ പങ്കെടുത്ത മാർച്ച് കൊല്ലത്ത് നടന്നു. ആ പ്രതിഷേധ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് ഇപ്പോഴത്തെ കൊല്ലത്തെ സ്ഥാനാർത്ഥി ശ്രീ ജയമോഹനാണ്. ജയമോഹൻ്റെ നേതൃത്വത്തിൽ എന്തെല്ലാം തരത്തിലുള്ള ക്യാമ്പയിൻ. 2021 പൊളിറ്റിക്സ് പൂർണ്ണമായും ഇതായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ. പക്ഷേ ആ തെരഞ്ഞെടുപ്പിലും അതിനു മുമ്പ് ലഭിച്ചതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തോടുകൂടി ഈ പ്രാവശ്യവും ആ വർഗീയ ക്യാമ്പയിനെ അതിജീവിച്ചുകൊണ്ട് ജയിക്കാൻ കഴിഞ്ഞു. പക്ഷേ അങ്ങ് ഈ BJP ആക്ഷേപം ഉന്നയിക്കുന്ന ആൾക്കാരല്ലേ, മുമ്പൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, വാജ്പേയി വന്നപ്പോഴാണെന്ന് തോന്നുന്നു. ഈ നമ്മുടെ അന്നത്തെ ചീഫ് മിനിസ്റ്റർ നൈനാർ പ്രോട്ടോക്കോൾ ഉണ്ടായിട്ട് പോലും ഒരു പൊളിറ്റിക്കൽ ഡിസ്റ്റൻസിങ് നടത്തിയിട്ട് ഹി റെഫ്യൂസ് ടു ഗോ ആൻഡ് മീറ്റ് ഹിം, റിസീവ് ഹിം അറ്റ് ദി എയർപോർട്ട്. കറക്റ്റ് മീ ഇഫ് ഐ എം റോങ്. പക്ഷേ അങ്ങനെയുള്ള ആൾക്കാർ ശ്രീ പിണറായി വിജയൻ്റെ ടെന്യൂർ നമ്മൾ കഴിഞ്ഞ 10 വർഷത്തെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഘട്ടത്തിൽ പോലും അങ്ങനൊരു എന്താ പറയുന്ന ഒരു അൺടച്ചബിലിറ്റി കാണിച്ചിട്ടില്ല. ഒരു പ്രാക്ടിക്കൽ പോളിറ്റിക്സ്. ബിക്കോസ് ഒരാൾ ഫെഡറൽ സംവിധാനത്തിൽ ചീഫ് മിനിസ്റ്റർ ആയിരിക്കുന്ന സമയത്ത് ഏത് പൊളിറ്റിക്കൽ ഡിസ്പെൻസേഷൻ്റെ പ്രതിനിധിയാണെങ്കിലും പ്രൈം മിനിസ്റ്ററുമായിട്ട് ഒരു വർക്കിംഗ് റിലേഷൻഷിപ്പ് വേണം. എനിക്ക് തോന്നുന്നു ആ വർക്കിംഗ് റിലേഷൻഷിപ്പിൻ്റെ അങ്ങേ അറ്റം വരെ അവർ പോയിട്ടുണ്ട്. ഇൻക്ലൂഡിങ് പ്രൈം മിനിസ്റ്ററെ കാണുന്നുണ്ട്, അമിത്ഷായെ കാണുന്നുണ്ട്. ഇതിലൊന്നും ഒരു കാരണവശാലും മാറി നിന്നിട്ടില്ല. അറ്റ് ദ സെയിം ടൈം താങ്കൾക്കെതിരെ നല്ല ആക്ഷേപം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഈ പ്രാക്ടിക്കൽ പൊളിറ്റിക്സിനെ പറ്റി എന്താ പറയുന്നത്? ഇതാണ് CPM ഹാസ് ബിക്കം എ പാർട്ടി ഓഫ് കോൺട്രഡിക്ഷൻസ്. വൈരുദ്ധ്യങ്ങളുടെ പാർട്ടിയായി CPM മാറുകയാണ്.
ഒരു ലഞ്ചിന് വേണ്ടിയാണ് പ്രൈം മിനിസ്റ്റർ വിളിക്കുന്നതെന്ന് പറഞ്ഞാലും പോകത്തില്ലായിരുന്നു. ആ പോവുമായിരുന്നു. ഇൻവിറ്റേഷൻ അക്സെപ്റ്റ് ചെയ്തു. ഞാൻ അക്സെപ്റ്റ് ചെയ്യുമായിരുന്നു. ഫ്രാങ്ക്ലി സ്പീക്കിംഗ് ഞാൻ അക്സെപ്റ്റ് ചെയ്യുമായിരുന്നു. എന്നാൽ പ്രധാനമന്ത്രി ഒരു ലഞ്ചിന് വിളിച്ചാൽ പോകുന്നതിൽ എന്താ തെറ്റ്? ഒരു തെറ്റുമില്ല. ഞാൻ പറഞ്ഞത് അങ്ങനെ പോയതിനെ ഇത്രയും അതിരൂക്ഷമായി വിമർശിച്ച നമ്മുടെ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ നിർമ്മലാ സീതാരാമൻ അടക്കമുള്ളവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നത് നമ്മൾ കാണുന്നു. നിതിൻ ഗഡ്കരി ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ അദ്ദേഹത്തിൻ്റെ വസതിയിൽ ക്ലിഫ് ഹൗസിൽ അദ്ദേഹം കുടുംബസമേതം വന്ന് ഭക്ഷണം കഴിക്കുന്നു, അവർ ഔട്ടിങ്ങിന് പോകുന്നു. അതുപോലെ തുടർന്നിങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഏറ്റവും ഒടുവിൽ അമിത്ഷായുടെ പ്രത്യേക അപ്പോയിൻമെൻറ്റ് വാങ്ങിക്കാണുന്നു. ഈ പോകുന്ന ഘട്ടങ്ങളിലെല്ലാം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒന്നുകിൽ കേരളത്തിൻ്റെ വാസ്തുശില്പവുമായി ബന്ധപ്പെട്ട പ്രതീകാത്മകമായിട്ടുള്ള സമ്മാനങ്ങൾ, ഷോളണിയിക്കുന്നു, ആറന്മുള കണ്ണാടി കൊടുക്കുന്നു. എന്തെല്ലാം തരത്തിലുള്ള സൗഹൃദ വിരുന്നുകളും ചടങ്ങുകളുമാണ് നടക്കുന്നത്. ഏതെല്ലാം രൂപത്തിലാണ് ഔദ്യോഗിക ഇടപാടുകൾക്ക് അപ്പുറത്തുള്ള സ്വകാര്യ സൗഹൃദ ബന്ധങ്ങൾ നിതിൻ ഗഡ്കരിയുമായി. ഞാനതിലൊന്നും ഒരു തെറ്റും കാണുന്നില്ല, ഒരു തെറ്റും കാണുന്നില്ല ആ കാര്യത്തെ സംബന്ധിച്ച്. ഡിപ്ലോമാറ്റിക് റിലേഷൻസ്, പ്രത്യേകിച്ചും ഒരു ഫെഡറൽ ജനാധിപത്യ സംവിധാനത്തിൽ നേരത്തെ സൂചിപ്പിച്ച അതേ വാക്കാണ്, ഒരു നല്ല ഫ്രണ്ട്ലി വർക്കിംഗ് റിലേഷൻ സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റുമായി ഉണ്ടാക്കുന്നതിനൊന്നും ഒരു തെറ്റുമില്ല. പക്ഷേ അത് മറ്റുള്ളവരെന്തെങ്കിലും ചെയ്താൽ അതിനെ മുഴുവൻ അടച്ചാക്ഷേപിച്ച് അവരെ മുഴുവൻ RSS വൽക്കരിക്കുക, വർഗീയ ശക്തികളുമായി താല്പര്യമുള്ളവരാണെന്ന് വരുത്തി തീർക്കുക, അവരെ പ്രതിലോമകരമായ പ്രത്യാക്രമണത്തിന് വിധേയമാകുക. ഞങ്ങളിത് ചെയ്യുമ്പോഴെല്ലാം അത് രാഷ്ട്രീയ സൗഹൃദത്തിൻ്റെ ഭാഗമായി, ഫെഡറൽ ജനാധിപത്യ സംവിധാനത്തിൻ്റെ അനിവാര്യതയുടെ ഭാഗമായി ചെയ്യുന്നു എന്നുള്ള നിലയിലാണ്. അപ്പോൾ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. CPM എല്ലാ കാര്യങ്ങളിലും ഇതാണല്ലോ. ഇപ്പോൾ ഏത് കാര്യത്തെ സംബന്ധിച്ച് SDP-യുമായി ഉണ്ടാക്കുന്ന രാഷ്ട്രീയ ധാരണ എന്തായിരുന്നു ഇന്നലെ വരെ പറഞ്ഞത്? വെൽഫെയർ പാർട്ടി കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ UDF-നെ പിന്തുണയ്ക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള എല്ലാവരും പറഞ്ഞത് അവരുടെ വോട്ട് വേണ്ട എന്ന്, എന്തുകൊണ്ട് പിന്തുണ വേണ്ട എന്ന് എന്തുകൊണ്ട് തള്ളിപ്പറയുന്നില്ല എന്ന്. അതിശക്തമായിട്ടുള്ള ക്യാമ്പയിനായിരുന്നു UDF-നെതിരായി ഏറ്റവും വലിയ മതമൗലികവാദി ജമാഅത്തെ ഇസ്ലാമിയുമായി കൂട്ടുചേർന്ന് കണ്ട് കേരളത്തിൻ്റെ മതേതര രാഷ്ട്ര വ്യവസ്ഥയെ തന്നെ ദുർബലപ്പെടുത്തുന്ന സഖ്യം കോൺഗ്രസും UDF-ഉം ഉണ്ടാക്കിയിരിക്കുന്നു. അവരെ തള്ളിപ്പറയാൻ തയ്യാറാവുന്നില്ല എന്ന് പറഞ്ഞ CPM മുഖ്യമന്ത്രി കഴിഞ്ഞ 3 ദിവസമായി ഈ ചോദ്യം ചോദിക്കുമ്പോഴാണ് അസഹിഷ്ണുത പ്രകടിപ്പിക്കുന്നത്. SDP-യുമായി CPM ഉണ്ടാക്കിയിട്ടുള്ള ധാരണ വളരെ വ്യക്തമായി മറന്നു. തോമസ് ഐസക് അടക്കം, EP ജയരാജൻ അടക്കം, V ശിവൻകുട്ടി ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ പറയല്ലേ എന്താ അവരുടെ വോട്ട് വാങ്ങിയാലുള്ള തെറ്റ്. അപ്പോൾ എന്തുകൊണ്ട് മറ്റുള്ളവർ വോട്ട് വാങ്ങുമ്പോൾ തെറ്റില്ല? അവിടെയാണ് SDP-യുമായിട്ടുള്ള രാഷ്ട്രീയ സഖ്യത്തെ സംബന്ധിച്ച് ചോദിക്കുമ്പോൾ മുഖ്യമന്ത്രി അസഹിഷ്ണുത പ്രകടിപ്പിക്കുന്നു, ഒരു വർഗീയ ശക്തിയുമായി ബന്ധമില്ല എന്ന് പറയുന്നു. അതേസമയം മറ്റുള്ളവരെല്ലാം വോട്ട് സ്വീകരിക്കുന്നതിൽ ഒരു കുഴപ്പവുമില്ല എന്ന് അവരതിനെ ന്യായീകരിക്കുമ്പോഴാണ് ഈ പ്രശ്നം മറന്നേക്ക് പുറത്തു വരുന്നത്. പിന്നെ വേറൊരു കാര്യം, ഈ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരിക്കലും ഇല്ലാത്തൊരു അവിശുദ്ധ സഖ്യമാണ് ഇപ്പോൾ രൂപപ്പെട്ടിട്ടുള്ളത്. ഒരു ഭാഗത്ത് BJP-യുമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ഡീൽ, ഗൗരവതരമായ ആരോപണം നിൽക്കുന്നു. മറുഭാഗത്ത് SDP-യുമായിട്ടുള്ളൊരു പൊളിറ്റിക്കൽ ഡീൽ. ഇതൊരു അസാമാന്യമായ, ഒരു അനിതര സാധാരണമെന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന രാഷ്ട്രീയ നീക്കുപോക്കാണ്. ഓക്കെ, എനിക്ക് അതിനകത്ത് ഒരു ഇപ്പം ഞാൻ ഒരു ജേർണലിസ്റ്റിക് രീതിയിൽ സമീപിക്കുകയാണെങ്കിൽ എനിക്കതിനകത്തൊരു ഒരു ഹാൻഡിക്യാപ്പ് ഉണ്ട്. കാരണം മറുപക്ഷം പറയാൻ വേറൊരാൾ ഇപ്പോൾ ഇവിടെ നമ്മുടെ ചർച്ചയിലില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഐ വിൽ ഹാവ് ടു ടേക്ക് അപ്പ് ദാറ്റ് റൂൾ. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, UDF-നെയും പ്രത്യേകിച്ച് കോൺഗ്രസിനെയും പല പ്രാവശ്യം ആക്ഷേപിച്ചിട്ടുള്ളൊരു കാര്യം RSS-ഉമായിട്ടുള്ള സീക്രട്ട് ഡീലായിരുന്നു. സോ അപ്പോൾ എൻ്റെ ചോദ്യം എന്ന് വെച്ചാൽ, ഇസ് ദർ എനി പാർട്ടി, പ്രത്യേകിച്ച് CPM-നെ അങ്ങ് ആക്ഷേപിക്കുമ്പോഴത്തേക്ക് കോൺഗ്രസ് ഇസ് ഓൾസോ നോട്ട് കംപ്ലീറ്റ്ലി ബ്ലെയിം ഫ്രീ ഓൺ ദിസ്? നേരത്തെ അങ്ങനെ ഉള്ള കാര്യങ്ങൾ വന്നിട്ടില്ലേ, ആക്ഷേപങ്ങൾ വന്നിട്ടില്ലേ? മാരാർജിയുടെ പുസ്തകത്തിനകത്ത് തന്നെ എഴുതിയിട്ടില്ലേ? അല്ല, അങ്ങനെയുള്ള ആക്ഷേപങ്ങൾ നേരത്തെ കോൺഗ്രസിനെതിരായി വന്നിട്ടുണ്ട്, ഞാൻ നിഷേധിക്കുന്നില്ല. ഓക്കെ, ശ്രീ K. കരുണാകരൻ്റെ കാലഘട്ടത്തിൽ അങ്ങനെ നടന്നു എന്ന ആക്ഷേപങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സ്ഥിരീകരിക്കപ്പെട്ട തെളിവുകളൊന്നുമില്ല. സത്യത്തിൽ ഇപ്പോൾ അത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ കുറേ കൂടി വിശ്വാസ്യത വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയാം. BJP അടുത്തറിയുന്ന ഒരാളെന്നുള്ള നിലയിൽ BJP-യുടെ ടാർഗറ്റ് കോൺഗ്രസ് മുക്ത ഇന്ത്യയാണ്. അതവർ പരസ്യമായി തന്നെ 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യമായി വ്യക്തമായ ഭൂരിപക്ഷം കിട്ടിയതിന് ശേഷമാണ് അവർ വാർ റൂമിൽ നിന്ന് ശ്രീ നരേന്ദ്രമോദിയും ശ്രീ അമിത്ഷായും പുറത്തു വരുന്നത്. അതിലൊരു പ്രത്യക്ഷപ്പെട്ടില്ല. 100 കണക്കിന് മീഡിയാസിൻ്റെ സാന്നിധ്യത്തിൽ നടത്തിയ ഫസ്റ്റ് പ്രസ് കോൺഫറൻസിൽ മോദിയും അമിത്ഷായും ആവർത്തിച്ച് പറഞ്ഞത് ഞങ്ങളുടെ നെക്സ്റ്റ് ടാർഗറ്റ് കോൺഗ്രസ് ലെസ് ഇന്ത്യ, കോൺഗ്രസ് മുക്ത ഭാരതമാണ്.
അവരത് വളരെ സിസ്റ്റമാറ്റിക്കായി സയൻറ്റിഫിക്കായി കോൺഗ്രസിനെ എലിമിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തെക്കൻ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലാണ് ഇപ്പോൾ കോൺഗ്രസിന് വേരോട്ടമുള്ളത്. കർണാടകത്തിലായാലും ആന്ധ്രയിലായാലും തെലങ്കാനയിലായാലും കേരളത്തിലായാലും തമിഴ്നാട്ടിൽ DMK അടക്കമുള്ള മറ്റ് കക്ഷികൾ. അപ്പോൾ കോൺഗ്രസിനെ ദുർബലപ്പെടുത്തി ഇല്ലാതാക്കുക എന്ന BJPയുടെ രാഷ്ട്രീയം അവരുടെ മെയിൻ അജണ്ടയായി നിൽക്കുമ്പോൾ അവർ ഒരിക്കൽ കൂടി CPMൻ്റെ തുടർഭരണം വരണമെന്ന് തന്നെ ആഗ്രഹിക്കും. അങ്ങനെ വരുമ്പോൾ കോൺഗ്രസ് ദുർബലപ്പെടും. കോൺഗ്രസ് ദുർബലപ്പെടുകയല്ല, ഒരിക്കൽ കൂടി കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ UDF ഗവൺമെൻറ് അധികാരത്തിൽ വന്നില്ലെങ്കിൽ കോൺഗ്രസ് നിഷ്പ്രഭമാകും കേരളത്തിൽ. അപ്പോൾ ആ സ്ഥാനം റീപ്ലേസ് ചെയ്യാൻ BJPക്ക് സ്വാഭാവികമായും കഴിയും. BJP വേഴ്സസ് CPM എന്നൊരു പൊളിറ്റിക്കൽ പോളറൈസേഷനിലേക്ക് കേരളത്തിൻ്റെ പൊളിറ്റിക്കൽ ഇക്വേഷനെ ബിൽഡപ്പ് ചെയ്യുക എന്നുള്ളതാണ് BJPയുടെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി. ആ സ്ട്രാറ്റജിയോട് പരോക്ഷമായി CPMന് അനുഭവമുണ്ട്. വാട്ട് ഈസ് യുവർ കൗണ്ടർ സ്ട്രാറ്റജി UDFൻ്റെ? കോൺഗ്രസ് സ്ട്രാറ്റജി ഇപ്പോൾ തങ്ങൾ എടുത്തിട്ടുള്ളത് ശരിയാണ്. പല ഘട്ടങ്ങളിലും ന്യൂനപക്ഷ വർഗീയതയെ പ്രീണിപ്പിക്കുന്ന, ഭൂരിപക്ഷ വർഗീയതയുമായി പറയുന്നത് പോലെ സന്ധി ചെയ്യുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള നീക്കുപോക്കുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ആക്ഷേപം, ഞാനത് സ്ഥിരീകരിക്കുന്നില്ല, ആക്ഷേപം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴത്തെ UDFൻ്റെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ശ്രീ VD സതീശൻ്റെ നേതൃത്വം, ഞങ്ങളെല്ലാം അതിൻ്റെ ഭാഗമാണ്. ഞങ്ങൾ എടുത്തിരിക്കുന്ന ഒരു കോൺക്രീറ്റ് പൊളിറ്റിക്കൽ പൊസിഷൻ, ഡെഫിനറ്റ് പൊളിറ്റിക്കൽ പൊസിഷൻ, ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും ഒരുപോലെ എതിർക്കപ്പെടേണ്ടതാണ്. രണ്ടും ടു സൈഡ്സ് ഓഫ് ദ സെയിം കോയിൻ, ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ്. പ്രത്യേകം തിരഞ്ഞെടുത്ത തക്കാളികളാൽ സമ്പുഷ്ടമായ ഹാപ്പി ടൊമാറ്റോ സോസ്. ഏത് കോമ്പിനേഷനും എത്ര കഴിച്ചാലും മതി വരാത്ത തക്കാളിയുടെ തനത്ത രുചി. ടൊമാറ്റോ ചില്ലി, ടാമറിൻ, റെഡ് ചില്ലി, ഗ്രീൻ ചില്ലി, ഡാർക്ക് സോയ എന്നീ രുചികളിലും ഹാപ്പി സോസസ്. ഹാപ്പി കീപ്സ് എവറിബഡി ഹാപ്പി. അങ്ങയുടെ ഈ പൊളിറ്റിക്കൽ ഹൈപ്പോത്തസിസ്, അതായത് സ്വയമേ ശക്തി പ്രകടിപ്പിച്ചില്ലെങ്കിൽ പോലും CPMന് ഒരു ടേം കൂടെ കൊടുത്തു കഴിഞ്ഞാൽ കോൺഗ്രസിനെ ഡെസിമേറ്റ് ചെയ്യാം കേരളത്തിൽ എന്നുള്ള ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട് BJP അങ്ങനെ ചെയ്യും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് BJPയുടെ ഈ പെർഫോമൻസ്, അതിൻ്റെ വോട്ട് ഷെയർ കുറയുന്ന സമയത്ത് ഈ ബാന്ധവം വ്യക്തമാവില്ലേ? അല്ല, അവരെല്ലാ സ്ഥലത്തും സഹായിക്കുന്നില്ലല്ലോ. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലും BJPക്ക് നന്നായി പെർഫോം ചെയ്യാൻ, ഒന്നുകിൽ സെക്കൻഡ് പ്ലേസിലേക്കെങ്കിലും വരാൻ കഴിയാത്ത സ്ഥലങ്ങളിൽ ഒരു കേവലമായ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തിയാൽ മതി. അത് നിഷ്പ്രയാസം നടത്താൻ RSSന് കഴിയും. RSS ആ കാര്യത്തിൽ മിലിറ്റൻ്റ് ആയിട്ടുള്ള കേഡർ ഓർഗനൈസേഷനാണ്. അപ്പോൾ അത്തരത്തിലൊരു നീക്കുപോക്കുണ്ടോ എന്ന് സംശയിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം BJP നേതാക്കളുടെയൊക്കെ പരസ്യമായിട്ടുള്ള പൊതുപ്രതികരണം ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഗോപാലകൃഷ്ണൻ കഴിഞ്ഞ ദിവസവും പറഞ്ഞു, ഞങ്ങളുടെ മുഖ്യ എനിമി കോൺഗ്രസ്സാണ്, കോൺഗ്രസിനെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ വ്യക്തമായ രാഷ്ട്രീയ നിലപാട്. അതവർ പറയുമ്പോൾ അണികളിൽ ആ സന്ദേശം കൊടുക്കുകയാണ്. അത് സ്വാഭാവികമായും അത് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ അത് നല്ലതുപോലെ വോട്ടിൽ പ്രതിഫലിക്കാനുള്ള സാധ്യതയുണ്ട്. ഞങ്ങൾ ആശങ്കപ്പെടുന്ന, സത്യത്തിൽ UDF ആശങ്കപ്പെടുന്ന ഈ ഒറ്റ കാര്യത്തിലാണ്. അതിനെ അതിജീവിച്ച് വേണം ഈ തെരഞ്ഞെടുപ്പിൽ UDFന് ജയിക്കാൻ. ഞങ്ങളത് നല്ലതുപോലെ ക്യാമ്പയിൻ ചെയ്യുന്നുണ്ട്, ഗ്രാസ് റൂട്ട് ലെവലിൽ ഞങ്ങളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു അപകടം ഞങ്ങൾ നല്ലതുപോലെ തിരിച്ചറിയുന്നുണ്ട്. ഇത്തരത്തിലൊരു നീക്കുപോക്ക് രാഷ്ട്രീയത്തിലൂടെ തുടർഭരണം കിട്ടാൻ കഴിയുമോ എന്ന വലിയ പരീക്ഷണം BJPയുടെ, എല്ലാമെന്ന് ഞാൻ പറയുന്നില്ല, BJPയുടെ കേന്ദ്ര നേതൃത്വത്തിൽ ഒരു വിഭാഗത്തിൻ്റെയും കേരളത്തിൽ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലും അത്തരത്തിലൊരു നീക്കുപോക്ക് ധാരണ ഉണ്ടായിട്ടുണ്ട് എന്ന ആശങ്ക, സംശയം ഞങ്ങൾക്കുണ്ട്. അതിൻ്റെ കൂടെയാണ് ഞാൻ പറഞ്ഞത്, വിചിത്രമായ ഒരു രാഷ്ട്രീയ സഖ്യം SDP-യുമായിട്ടും അത്തരത്തിലൊരു ധാരണ രൂപപ്പെട്ടു വരുന്നു എന്ന് പറയുന്നത് കേരള രാഷ്ട്രീയത്തിലെ വിസ്മയകരമായ ഒരു പ്രതിഭാസം എന്ന് വേണം വിശേഷിപ്പിക്കാൻ. SDP-യും ഇതുപോലെ കൃത്യമായിട്ട് കൊടുക്കാൻ കഴിയുന്ന പാർട്ടിയാണ്. ഓക്കെ. ഇപ്പം അങ്ങ് ഇന്നലെ കാസർഗോഡ് ഉണ്ടായിരുന്നു, മേഖലയിലാണ് വരുന്നത്. ഇപ്പം പല രീതിയിലുള്ള പ്രീ ഇലക്ഷൻ സർവേ വരുന്നുണ്ട്. വോട്ടറിൻ്റെ എന്തൊക്കെയോ പ്രഡിക്ഷൻസ് വന്നിട്ടുണ്ട്. വാട്ട് ഈസ് യുവർ ഇംപ്രഷൻ? ഇതിൻ്റെ ഇലക്ട്രൽ ഔട്ട്കം എന്തായിരിക്കും? VD സതീശൻ വനവാസത്തിന് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട് 100 സീറ്റിൻ്റെ കാര്യത്തിൽ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് ചോറല്ല, ഗവൺമെൻറ് അധികാരത്തിൽ വന്നില്ലേ? അല്ലേ? അല്ല, എനിക്ക് തോന്നുന്നത്, ഞാൻ പുതിയുഗ യാത്രയിൽ 14 ജില്ലകളിൽ 9 ജില്ലകളിൽ കുറേ കാലത്തിന് മുമ്പല്ലേ? ഇല്ല, കഷ്ടിച്ചൊരു മാസം മുമ്പ്. പിന്നെ ഈ കഴിഞ്ഞ 15-ാം തീയതി അല്ലേ അത് അവസാനിച്ചു.
അല്ല 6-ാം തീയതിയാണ് അവസാനിച്ചത് കഴിഞ്ഞ മാസം. ആ പൊതുയാത്രയ്ക്ക് ശേഷം കുറച്ച് ഡാമേജ് ഉണ്ടായിട്ടുണ്ട്, ഞാൻ നിഷേധിക്കുന്നില്ല. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട്, പക്ഷേ അതും ഓവർകം ചെയ്തു. കെ സുധാകരൻ്റെ ഏറ്റവും ഒടുവിലത്തെ പ്രസ്താവനയും പാർട്ടിക്ക് വിധേയമായി പ്രവർത്തിക്കുമെന്നുള്ള കെ സുധാകരൻ്റെ പ്രസ്താവനയേക്കാൾ ഞങ്ങൾ ഏറ്റവും കൂടുതൽ അംഗീകരിക്കപ്പെട്ടത് കെ സുധാകരനെ പ്രശംസിച്ചുകൊണ്ട് പിണറായി വിജയൻ നടത്തിയ പ്രതികരണമാണ്. രണ്ട് സുധാകരന്മാരെയും ജി സുധാകരനെ തരം താഴ്ത്തിക്കെട്ടാൻ വേണ്ടിയിട്ടാണെങ്കിൽ പോലും കെ സുധാകരനാണ് യഥാർത്ഥ പാർട്ടിക്കാരൻ എന്ന പരാമർശത്തിലൂടെ ആ പ്രശ്നം, ആ കൊടുങ്കാറ്റായി വന്ന പ്രശ്നം പൂർണ്ണമായും കെട്ടടങ്ങിയെന്ന് മാത്രമല്ല, കോൺഗ്രസ്സിനൊരു ഹൈക്കമാൻഡ് ഉണ്ട്. ആ ഹൈക്കമാൻഡ് ഡിസിസീവാണ്, അൾട്ടിമേറ്റ് അതോറിറ്റിയാണ്, പവർഫുള്ളാണ്. ഏത് പ്രശ്നവും അവിടെ പരിഹരിക്കപ്പെടും, അവിടെ തീർപ്പ് കൽപ്പിക്കപ്പെടുമെന്നുള്ളൊരു ആത്മവിശ്വാസം കോൺഗ്രസ് പ്രവർത്തകരിലും ഘടകകക്ഷികളായിട്ടുള്ള ഞങ്ങളിലും ഉണ്ടായത് സത്യത്തിൽ ആ ഒരു നെഗറ്റീവിനെ പോസിറ്റീവാക്കി മാറ്റിയെടുക്കാൻ കഴിഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം. അത് കഴിഞ്ഞതിന് ശേഷം പുതിയ സംഭവവികാസങ്ങൾ, രാഷ്ട്രീയ സംഭവവികാസങ്ങൾ ഞാൻ ഈ പറഞ്ഞതാണ്. BJPയുടെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നപ്പോഴുള്ള ഈ ആശങ്ക, അപ്പോൾ എന്തൊക്കെയോ എവിടെയൊക്കെയോ നടക്കുന്നുണ്ട്. അതൊരു സംശയവും വേണ്ട. CPMുമായിട്ടുള്ള രാഷ്ട്രീയ ബാന്ധവുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് അകത്തളങ്ങളിൽ നടക്കുന്നത്. അതിൻ്റെ പ്രതിഫലനങ്ങളാണ് പ്രതികരണങ്ങളായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ പോലും ഞാൻ പറയുന്നു, ഇതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട്, കാരണം കേരളം മതേതര രാഷ്ട്രീയത്തെ പിൻപറ്റുന്നവരാണ്, സാമുദായിക സൗഹൃദവും സാഹോദര്യവും ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന മനസ്സാണ് കേരളത്തിൻ്റെ മനസ്സ്. ആ മതേതര മനസ്സിനെ ദുർബലപ്പെടുത്താൻ കഴിയില്ല. കോൺഗ്രസിൻ്റെ ഈ പൊളിറ്റിക്കൽ പൊസിഷൻ, UDF എടുത്തിട്ടുള്ള പൊളിറ്റിക്കൽ സ്ട്രാറ്റജി വലിയ വിഭാഗം കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കുന്നു. ഞങ്ങൾ പറയുന്നത് 100-ൽ കുറയാത്ത സീറ്റ് വാങ്ങി കേരളത്തിൽ ജയിക്കും എന്നാണ് പറയുന്നത്. ഇനി ഈ വർഗീയ ശക്തികളുടെ ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും അതിൻ്റെ കൂടി പിന്തുണ കിട്ടിയാൽ പോലും 90-ൽ കുറയാത്ത സീറ്റ് കിട്ടി കേരളത്തിൽ കംഫർട്ടബിൾ മെജോറിറ്റിയോടുകൂടി കേരളത്തിൽ UDF ഗവൺമെൻറ് അധികാരത്തിൽ വരുമെന്നുള്ള നല്ല ആത്മവിശ്വാസമാണ്, കോൺഫിഡൻസാണ് UDFന് പൊതുവെ വ്യക്തിപരമായി എനിക്കുമുള്ളത്. നമ്മൾ മലബാർ, സെൻട്രൽ കേരള, സൗത്ത് കേരള ഇങ്ങനെ 3 ട്രയാങ്കുലേറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ എവിടെയായിരിക്കും ഒരു ഏറ്റവും കൂടുതൽ പോസിറ്റീവായിട്ട് ഒരു സ്ട്രോങ് പെർഫോമൻസ്? മലബാർ മേഖലയിൽ നല്ല പെർഫോമൻസ് എല്ലാവർക്കും അറിയാം, മലപ്പുറം ജില്ല ഉൾപ്പെടെ. പക്ഷേ അപ്രതീക്ഷിതമായിട്ടുള്ള വിജയം കോഴിക്കോട് ജില്ലയിലും കണ്ണൂർ ജില്ലയിലും ഉണ്ടാകും, ഒരു സംശയം വേണ്ട. കാസർഗോഡ് ഞാൻ പറയുന്നില്ല. കണ്ണൂർ ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും കണ്ണൂർ ജില്ലയിലും അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ലയിൽ, മലബാറിൻ്റെ ഭാഗമായി ഏറെക്കുറെ ഒരു വലിയ മാറ്റം തീർച്ചയായിട്ടും ഈ പ്രാവശ്യം ഉണ്ടാകും. സെൻട്രൽ കേരളയിൽ നല്ല മുന്നേറ്റമുണ്ടാകും. സൗത്ത് കേരളയിൽ, തെക്കൻ കേരളത്തിൽ കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിലും പത്തനംതിട്ട ജില്ലയിലും നേരത്തെ ഉണ്ടായിരുന്നതാണ്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് മെച്ചപ്പെട്ടൊരു മുന്നേറ്റമുണ്ടാകും. കോട്ടയത്തും എറണാകുളത്തുമൊക്കെ ഏറെക്കുറെ സാച്ചുറേറ്റഡ് ആണ്. എന്നാൽ പോലും 3 സീറ്റ് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതിനേക്കാൾ എറണാകുളം ജില്ലയിൽ കിട്ടിയ 9 സീറ്റാണ്, 14 സീറ്റിൽ 9 സീറ്റാണ്. എൻ്റെ ഒരു അസസ്മെൻറ്റ് ഇപ്രാവശ്യം 3 സീറ്റും കൂടി കൂടുതൽ കിട്ടി 12 സീറ്റിലേക്ക് എറണാകുളം ജില്ലയിൽ വരും. അങ്ങനെ വരുമ്പോൾ ഞാൻ ഈ പറഞ്ഞൊരു കണക്ക് ഏറെക്കുറെ ശരിയാവും. 90+. ഞാൻ ആ 90+ആയി പറയുന്നത് SDPIയും BJPയുമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട് എന്നുള്ള, അല്ലെങ്കിൽ 100-ൽ കുറയാത്ത എന്ന് തന്നെയാണ് ഇത്രയും പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതിൻ്റെ ഭാഗമായി ഒരുപക്ഷെ ന്യൂനപക്ഷ വോട്ട് ബാങ്കിൽ ഒരു നേരിയ ചോർച്ച വേണമെങ്കിൽ അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. പക്ഷേ അതിനെയും അതിജീവിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് 90-ൽ കുറയാത്ത സീറ്റ് വാങ്ങി കേരളത്തിൽ UDFന് ജയിക്കാൻ കഴിയും ഈ സാഹചര്യത്തിൽ പോലും.